എഡ്യൂക്കേഷൻ അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് 50 ചോദ്യങ്ങളുടെ ഒരു മോക്ക് ടെസ്റ്റാണ്. ഇനി വരുന്ന PSCയുടെ പരീക്ഷകൾ പ്രതീക്ഷിക്കാവുന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഇന്ത്യയിലൂടെ കടന്നുപോകുന്ന പ്രധാന അക്ഷാംശരേഖ ഏതാണ്? ഇന്ത്യയിലൂടെ കടന്നുപോകുന്ന പ്രധാന അക്ഷാംശരേഖ ഏതാണ്? ഓപ്ഷൻ ബി ഉത്തരായന രേഖ. ഉത്തരായന രേഖയാണ് ഇന്ത്യയിലൂടെ കടന്നുപോകുന്ന പ്രധാന അക്ഷാംശരേഖ. ഇന്ത്യയുടെ ഏകദേശം മധ്യഭാഗത്തു കൂടി കടന്നുപോകുന്ന ഉത്തരായന രേഖ ഇന്ത്യയിലെ 8 സംസ്ഥാനങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, പശ്ചിമബംഗാൾ, ത്രിപുര, മിസോറാം എന്നിവയാണ് ഈ 8 സംസ്ഥാനങ്ങൾ. മാഹി നദി ഉത്തരായന രേഖയെ 2 തവണ മുറിച്ചു കടക്കുന്ന ഇന്ത്യയിലെ ഏക നദിയാണ്. കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന മാഹി ഏത് കേന്ദ്രഭരണ പ്രദേശത്തിൻ്റെ ഭാഗമാണ്? കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന മാഹി ഏത് കേന്ദ്രഭരണ പ്രദേശത്തിൻ്റെ ഭാഗമാണ്? ഓപ്ഷൻ സി പുതുച്ചേരി. കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന മാഹി പുതുച്ചേരി കേന്ദ്രഭരണ പ്രദേശത്തിൻ്റെ ഭാഗമാണ്. പുതുച്ചേരി കേന്ദ്രഭരണ പ്രദേശത്തിൻ്റെ ഭാഗമായ മാഹി ഭൂമിശാസ്ത്രപരമായി കേരളത്തിലെ കണ്ണൂർ ജില്ലയ്ക്കുള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ജില്ലയായാണ് മാഹി അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ഓപ്ഷൻ ബി വൂളാർ തടാകം. വൂളാർ തടാകമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. ജമ്മു കാശ്മീരിലെ ബന്ദിപ്പോറ ജില്ലയിലാണ് വൂളാർ തടാകം സ്ഥിതി ചെയ്യുന്നത്. കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനം ഏതാണ്? കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനം ഏതാണ്? ഓപ്ഷൻ ബി കവരത്തി. കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനം കവരത്തിയാണ്. അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ലക്ഷദ്വീപിൻ്റെ പഴയ പേര് ലക്കാദ്വീപ്, മിനിക്കോയ്, അമിനിദ്വീപ് ദ്വീപുകൾ എന്നായിരുന്നു. 1973 ഇതിന് ലക്ഷദ്വീപ് എന്ന് പുനർനാമകരണം ചെയ്തത്. ലക്ഷദ്വീപിൻ്റെ ഹൈക്കോടതി അധികാരം കേരള ഹൈക്കോടതിയുടെ പരിധിയിലാണ് വരുന്നത്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിര ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിര ഏതാണ്? ഓപ്ഷൻ ഡി ആരവല്ലി. ആരവല്ലി പർവ്വതനിരകളാണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിര. മടക്കു പർവ്വതനിരകളിൽ ഉൾപ്പെടുന്ന ആരവല്ലി നിരകളുടെ ഏറ്റവും ഉയർന്ന കൊടുമുടി രാജസ്ഥാനിലെ ഗുരു ശിഖറാണ്. ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും പഴയ പർവ്വതനിരകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. ഡെക്കാൻ പീഠഭൂമിയിൽ സാധാരണയായി കണ്ടുവരുന്ന പ്രധാന മണ്ണ് ഏതാണ്? ഡെക്കാൻ പീഠഭൂമിയിൽ സാധാരണയായി കണ്ടുവരുന്ന പ്രധാന ഇനം മണ്ണ് ഏതാണ്? ഓപ്ഷൻ സി കരിമണ്ണ്. റിഗർ സോയിൽ എന്നും അറിയപ്പെടുന്ന കരിമണ്ണാണ് ഡെക്കാൻ പീഠഭൂമിയിൽ സാധാരണയായി കണ്ടുവരുന്ന പ്രധാന മണ്ണ്. അഗ്നിപർവ്വത സ്ഫോടന ഫലമായി ഉണ്ടാകുന്ന ലാവാശിലകൾ പൊടിഞ്ഞാണ് കരിമണ്ണ് രൂപപ്പെടുന്നത്. അതിനാൽ ഇതിനെ ലാവാ മണ്ണ് എന്നും വിളിക്കുന്നു. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായതിനാൽ ഇതിനെ ബ്ലാക്ക് കോട്ടൺ സോയിൽ എന്നും വിളിക്കാറുണ്ട്. ബ്രഹ്മപുത്ര നദി ഇന്ത്യയിൽ ആദ്യമായി പ്രവേശിക്കുന്ന സംസ്ഥാനം ഏതാണ്? ബ്രഹ്മപുത്ര നദി ഇന്ത്യയിൽ ആദ്യമായി പ്രവേശിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ സി അരുണാചൽ പ്രദേശ്. ബ്രഹ്മപുത്ര നദി ഇന്ത്യയിൽ ആദ്യമായി പ്രവേശിക്കുന്ന സംസ്ഥാനം അരുണാചൽ പ്രദേശാണ്. ബ്രഹ്മപുത്ര നദി ടിബറ്റിൽ സാങ്പോ എന്നും അരുണാചൽ പ്രദേശിൽ ദിഹാങ് എന്നും അറിയപ്പെടുന്നു. അരുണാചൽ പ്രദേശിലെ നാംച ബർവ കൊടുമുടിക്ക് ചുറ്റും ഒരു യൂട്ടേൺ എടുത്താണ് ഈ നദി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത്. നാഥുല പാസ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? നാഥുല ചുരം, നാഥുല പാസ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ ഡി സിക്കിം. സിക്കിമിലാണ് നാഥുല പാസ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി വ്യാപാരത്തിൻ്റെ പ്രധാന പാതകളിൽ ഒന്നാണ് നാഥുല പാസ്. സിക്കിമിനെ ചൈനയിലെ ടിബറ്റ് സ്വയംഭരണ പ്രദേശവുമായി ഇത് ബന്ധിപ്പിക്കുന്നു. ഇന്ത്യയുടെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം IST കണക്കാക്കുന്ന സ്റ്റാൻഡേർഡ് മെറിഡിയൻ എത്ര ഡിഗ്രി രേഖാംശമാണ്? ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം കണക്കാക്കുന്ന സ്റ്റാൻഡേർഡ് മെറിഡിയൻ എത്ര ഡിഗ്രി രേഖാംശമാണ്? ഓപ്ഷൻ എ 82.5 ഡിഗ്രി കിഴക്ക്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം IST കണക്കാക്കുന്ന സ്റ്റാൻഡേർഡ് മെറിഡിയൻ 82.5 ഡിഗ്രി കിഴക്കാണ്. ഉത്തർപ്രദേശിലെ മിർസാപൂരിലൂടെ കടന്നുപോകുന്ന രേഖാംശമാണ് ഇന്ത്യയുടെ മാനക സമയം കണക്കാക്കാൻ അടിസ്ഥാനമാക്കുന്നത്. ഗ്രീൻവിച്ച് സമയത്തേക്കാൾ 5 മണിക്കൂർ 30 മിനിറ്റ് മുൻപിലാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം.
ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയ ഉദ്യാനം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഏതാണ്? ഓപ്ഷൻ സി ഹെമിസ് ദേശീയോദ്യാനം. ഹെമിസ് നാഷണൽ പാർക്കാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം. ലഡാക്കിൽ സ്ഥിതി ചെയ്യുന്ന ഹെമിസ് ദേശീയോദ്യാനം ഹിമപ്പുലികൾക്ക് പ്രശസ്തമാണ്. സമുദ്രനിരപ്പിൽ നിന്ന് വളരെ ഉയർന്ന പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ആണിത്. കേരളത്തിലെ ഏറ്റവും വലിയ നദി ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ നദി ഓപ്ഷൻ സി പെരിയാർ. പെരിയാർ നദിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ നദി. പശ്ചിമഘട്ടത്തിലെ ശിവഗിരി മലകളിൽ നിന്ന് ഉദ്ഭവിക്കുന്ന പെരിയാർ നദി കേരളത്തിൻ്റെ ജീവരേഖ എന്നും അറിയപ്പെടുന്നുണ്ട്. ആലുവയിൽ വെച്ച് ഇത് മംഗലപ്പുഴ, മാർത്താണ്ഡപ്പുഴ എന്നിങ്ങനെ 2 കൈവഴികളായി പിരിയുന്നു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ ഉള്ള ജില്ല ഏതാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ ഉള്ള ജില്ല ഏതാണ്? ഓപ്ഷൻ എ കണ്ണൂർ. കണ്ണൂർ ജില്ലയിലാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ ഉള്ളത്. കണ്ണൂർ ജില്ലയിലെ പഴയങ്ങാടി, പാപ്പിനിശ്ശേരി ഭാഗങ്ങളിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ കണ്ടൽക്കാടുകൾ കാണപ്പെടുന്നത്. കണ്ടൽക്കാടുകളുടെ സംരക്ഷണത്തിനായി പ്രവർത്തിച്ച പ്രമുഖ വ്യക്തിയാണ് കല്ലേൻ പൊക്കുടൻ. മുല്ലപ്പെരിയാർ അണക്കെട്ട് രൂപകൽപ്പന ചെയ്ത ബ്രിട്ടീഷ് എഞ്ചിനീയർ ആരാണ്? മുല്ലപ്പെരിയാർ അണക്കെട്ട് രൂപകൽപ്പന ചെയ്ത ബ്രിട്ടീഷ് എഞ്ചിനീയർ ആരാണ്? ഓപ്ഷൻ ബി ജോൺ പെന്നിക്വിക്. ജോൺ പെന്നിക്വിക് ആണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് രൂപകൽപ്പന ചെയ്ത ബ്രിട്ടീഷ് എഞ്ചിനീയർ. 1895 മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയ ജോൺ പെന്നിക്വിക്കിനോടുള്ള ആദരസൂചകമായി തമിഴ്നാട് സർക്കാർ അദ്ദേഹത്തിന്റെ ജന്മനാട്ടിലും തേനിയിലും സ്മാരകങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. പെരിയാർ നദിയിലാണ് ഈ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതം ഏതാണ്? കേരളത്തിലെ ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതം ഏതാണ്? ഓപ്ഷൻ ബി മംഗളവനം. മംഗളവനമാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതം. എറണാകുളം നഗരത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മംഗളവനം കൊച്ചിയുടെ ശ്വാസകോശം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നുണ്ട്. ദേശാടന പക്ഷികളുടെ പ്രധാന സങ്കേതം കൂടിയാണിത്. കല്ലടയാറ് ഉദ്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? കല്ലടയാറ് ഉദ്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? ഓപ്ഷൻ ബി കുളത്തൂപ്പുഴ. കല്ലടയാറ് ഉദ്ഭവിക്കുന്നത് കുളത്തൂപ്പുഴയിൽ നിന്നാണ്. കൊല്ലം ജില്ലയിലൂടെ ഒഴുകുന്ന നദിയാണ് കല്ലടയാർ. ഇതിന് കുറുകെയാണ് തെന്മല അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്. കുളത്തൂപ്പുഴ, ചെന്തുരുണി, കൽത്തുരുത്തി എന്നീ 3 ആറുകൾ ചേർന്നാണ് ഈ നദി രൂപപ്പെടുന്നത്. ഇരവികുളം ദേശീയോദ്യാനം ഏത് മൃഗത്തിന്റെ സംരക്ഷണത്തിനാണ് പ്രധാനമായും പ്രസിദ്ധമായത്? ഇരവികുളം ദേശീയോദ്യാനം ഏത് മൃഗത്തിന്റെ സംരക്ഷണത്തിനാണ് പ്രധാനമായും പ്രസിദ്ധമായത്? ഓപ്ഷൻ സി വരയാട്. നീലഗിരി താർ. വരയാടിന്റെ സംരക്ഷണത്തിനാണ് ഇരവികുളം ദേശീയോദ്യാനം പ്രസിദ്ധം. ഇരവികുളം ദേശീയോദ്യാനത്തിലെ രാജമല എന്ന പ്രദേശം വരയാടുകളെ കാണാൻ ഏറ്റവും സൗകര്യപ്രദമായ സ്ഥലമാണ്. 12 വർഷത്തിലൊരിക്കൽ പൂക്കുന്ന നീലക്കുറിഞ്ഞികൾക്കും ഈ പ്രദേശം പ്രശസ്തമാണ്. കേരളത്തിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് ഏതാണ്? ഓപ്ഷൻ എ അഗസ്ത്യവനം. കേരളത്തിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്കാണ് അഗസ്ത്യവനം ബയോളജിക്കൽ പാർക്ക്. തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാർ ഡാമിന് സമീപമാണ് അഗസ്ത്യവനം ബയോളജിക്കൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ഇതിന് തൊട്ടടുത്താണ് തീർത്ഥാടന കേന്ദ്രമായ അഗസ്ത്യാർകൂടം. അഷ്ടമുടിക്കായൽ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? അഷ്ടമുടിക്കായൽ സ്ഥിതി ചെയ്യുന്ന ജില്ല ഓപ്ഷൻ ബി കൊല്ലം. കൊല്ലം ജില്ലയിലാണ് അഷ്ടമുടിക്കായൽ സ്ഥിതി ചെയ്യുന്നത്. അഷ്ടമുടിക്കായലിൻ്റെ 8 കൈവഴികൾ ചേരുന്നതിനാലാണ് ഈ പേര് ലഭിച്ചത്. ഇത് യുനെസ്കോയുടെ റാംസർ സൈറ്റുകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൊല്ലം നഗരം ഈ കായലിൻ്റെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. വയനാട് ചുരം അല്ലെങ്കിൽ താമരശ്ശേരി ചുരം ബന്ധിപ്പിക്കുന്ന ജില്ലകൾ ഏവ? വയനാട് ചുരം ബന്ധിപ്പിക്കുന്ന ജില്ലകൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ ബി കോഴിക്കോടും വയനാടിനെയും. കോഴിക്കോടും വയനാടിനെയാണ് വയനാട് ചുരം അല്ലെങ്കിൽ താമരശ്ശേരി ചുരം ബന്ധിപ്പിക്കുന്ന ജില്ലകൾ. വയനാട് ചുരത്തിൽ 9 ഹെയർപിൻ വളവുകളാണുള്ളത്. ലക്കിടിയിലാണ് ഈ ചുരം അവസാനിക്കുന്നത്. ബ്രിട്ടീഷുകാർക്ക് ഈ വഴി കാണിച്ചു കൊടുത്തത് കരിന്തണ്ടൻ എന്ന ആദിവാസി യുവാവാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി ഏതാണ്? കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി ഏതാണ്? ഓപ്ഷൻ എ നെയ്യാർ. നെയ്യാർ നദിയാണ് കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി. നെയ്യാർ നദി തിരുവനന്തപുരം ജില്ലയിലെ അഗസ്ത്യമലയിൽ നിന്ന് ഉദ്ഭവിച്ച് പൂവാറിന് സമീപം വെച്ച് അറബിക്കടലിൽ പതിക്കുന്നു. നെയ്യാർ നദിക്ക് കുറുകെ നിർമ്മിച്ച നെയ്യാർ ഡാം കേരളത്തിലെ പ്രശസ്തമായ
വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ്. പ്രകാശവർഷം ലൈറ്റ് ഇയർ എന്തിൻ്റെ യൂണിറ്റാണ്? പ്രകാശവർഷം എന്തിൻ്റെ യൂണിറ്റാണ്? ഓപ്ഷൻ ബി ദൂരം, ഡിസ്റ്റൻസ്. ദൂരത്തിൻ്റെ ഒരു യൂണിറ്റാണ് പ്രകാശവർഷം. ശൂന്യതയിൽ പ്രകാശം ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരമാണ് ഒരു പ്രകാശവർഷം. പ്രകാശവർഷത്തേക്കാൾ വലിയ ദൂരം അളക്കാനുള്ള യൂണിറ്റാണ് പാഴ്സെക്. സാധാരണ ഇലക്ട്രിക് ബൾബിനുള്ളിലെ ഫിലമെന്റ് നിർമ്മിച്ചിരിക്കുന്ന ലോഹം ഏതാണ്? സാധാരണ ഇലക്ട്രിക് ബൾബിനുള്ളിലെ ഫിലമെന്റ് നിർമ്മിച്ചിരിക്കുന്ന ലോഹം ഏതാണ്? ഓപ്ഷൻ സി ടങ്സ്റ്റൺ എന്ന ലോഹമാണ് സാധാരണ ഇലക്ട്രിക് ബൾബിനുള്ളിലെ ഫിലമെന്റ് നിർമ്മിച്ചിരിക്കുന്ന ലോഹം. ടങ്സ്റ്റന്റെ ഉയർന്ന ദ്രവണാങ്കവും ഉയർന്ന പ്രതിരോധവുമാണ് ഇതിനെ ബൾബ് ഫിലമെന്റായി ഉപയോഗിക്കാൻ കാരണം. ബൾബിനുള്ളിലെ ഓക്സിഡേഷൻ തടയാൻ നൈട്രജൻ അല്ലെങ്കിൽ ആർഗൺ തുടങ്ങിയ നിഷ്ക്രിയ വാതകങ്ങൾ ചേർക്കാറുണ്ട്. ആപേക്ഷികതാ സിദ്ധാന്തം തിയറി ഓഫ് റിലേറ്റിവിറ്റി ആവിഷ്കരിച്ചത് ആരാണ്? ആപേക്ഷികതാ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? ഓപ്ഷൻ ബി ആൽബർട്ട് ഐൻസ്റ്റീൻ ആയിരുന്നു ആപേക്ഷികതാ സിദ്ധാന്തം ആവിഷ്കരിച്ചത്. ഐൻസ്റ്റീൻ്റെ വിഖ്യാതമായ പിണ്ഡ ഊർജ സമവാക്യമാണ് E=mc². 1921 അദ്ദേഹത്തിന് ഭൗതികശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ചത് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് വിശദീകരിച്ചതിനാൽ ആണ്. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം ഏതാണ്? സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം ഓപ്ഷൻ സി വ്യാഴം, ജൂപ്പിറ്റർ. വ്യാഴമാണ് സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം. വ്യാഴത്തിലെ ഗ്രേറ്റ് റെഡ് സ്പോട്ട് എന്നത് വർഷങ്ങളായി നിലനിൽക്കുന്ന ഒരു കൊടുങ്കാറ്റാണ്. ഗാനിമീഡാണ് വ്യാഴത്തിൻ്റെ ഏറ്റവും വലിയ ഉപഗ്രഹം. ഏത് വാതകമാണ് ചിരിപ്പിക്കുന്ന വാതകം, ലാഫിംഗ് ഗ്യാസ് എന്നറിയപ്പെടുന്നത്? ഏത് വാതകമാണ് ചിരിപ്പിക്കുന്ന വാതകം എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ സി നൈട്രസ് ഓക്സൈഡ് ആണ് ലാഫിംഗ് ഗ്യാസ്, ചിരിപ്പിക്കുന്ന വാതകം എന്നറിയപ്പെടുന്നത്. നൈട്രസ് ഓക്സൈഡ് ശ്വസിക്കുമ്പോൾ മുഖത്തെ പേശികൾക്ക് ഉത്തേജനം ഉണ്ടാകുന്നത് കൊണ്ടാണ് ചിരി വരുന്നത്. ഇത് ദന്തചികിത്സയിൽ അനസ്തേഷ്യയായി ഉപയോഗിക്കാറുണ്ട്. ജോസഫ് പ്രീസ്ലിയാണ് ഈ വാതകം കണ്ടെത്തിയത്. ആരോഗ്യമുള്ള ഒരു മനുഷ്യ ശരീരത്തിലെ സാധാരണ രക്തസമ്മർദ്ദം, ബ്ലഡ് പ്രഷർ എത്രയാണ്? ആരോഗ്യമുള്ള ഒരു മനുഷ്യ ശരീരത്തിലെ സാധാരണ രക്തസമ്മർദ്ദം എത്രയാണ്? ഓപ്ഷൻ ബി 120/80 mmHg, മില്ലിമീറ്റേഴ്സ് ഓഫ് മെർക്കുറി. 120/80 mmHg ആണ് ആരോഗ്യമുള്ള ഒരു മനുഷ്യ ശരീരത്തിലെ സാധാരണ രക്തസമ്മർദ്ദം. രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്ഫിഗ്മോമാനോമീറ്റർ. 120 എന്നത് സിസ്റ്റോളിക് മർദ്ദത്തെയും 80 എന്നത് ഡയസ്റ്റോളിക് മർദ്ദത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. സിസ്റ്റോളിക് മർദ്ദം എന്നത് ഹൃദയം മിടിക്കുമ്പോൾ അല്ലെങ്കിൽ സങ്കോചിക്കുമ്പോഴുള്ള ധമനികളിലെ മർദ്ദമാണ്. ഡയസ്റ്റോളിക് മർദ്ദം എന്നത് ഹൃദയം സ്പന്ദനങ്ങൾക്കിടയിൽ വിശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ റെസ്റ്റിലായിരിക്കുമ്പോഴുള്ള ധമനികളിലെ മർദ്ദത്തെയുമാണ്. ഡെങ്കിപ്പനിക്ക് കാരണമായ സൂക്ഷ്മജീവി ഏതാണ്? ഡെങ്കിപ്പനിക്ക് കാരണമായ സൂക്ഷ്മജീവി ഓപ്ഷൻ ഡി ഡെങ്കു വൈറസാണ് ഡെങ്കിപ്പനിക്ക് കാരണമായ സൂക്ഷ്മജീവി. ഈഡിസ് ഈജിപ്റ്റി ഇനത്തിൽപ്പെട്ട കൊതുകുകളാണ് ഡെങ്കിപ്പനി പരത്തുന്നത്. ഇതിനെ ബ്രേക്ക് ബോൺ ഫീവർ എന്നും വിളിക്കാറുണ്ട്. വിറ്റാമിൻ ഡിയുടെ ശാസ്ത്രീയ നാമം എന്താണ്? വിറ്റാമിൻ ഡിയുടെ ശാസ്ത്രീയ നാമം ഓപ്ഷൻ ബി കാൽസിഫെറോൾ എന്നതാണ് വിറ്റാമിൻ ഡിയുടെ ശാസ്ത്രീയ നാമം. സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ ചർമ്മത്തിൽ വിറ്റാമിൻ ഡി നിർമ്മിക്കപ്പെടുന്നതിനാൽ ഇതിനെ സൺഷൈൻ വിറ്റാമിൻ എന്നും വിളിക്കാറുണ്ട്. ഇതിൻ്റെ കുറവ് കുട്ടികളിൽ റിക്കറ്റ്സ് എന്ന രോഗത്തിനും മുതിർന്നവരിൽ ഓസ്റ്റിയോമലേഷ്യ എന്ന രോഗത്തിനും കാരണമാകുന്നു. പെൻസിലിൻ കണ്ടുപിടിച്ചത് ആരാണ്? പെൻസിലിൻ കണ്ടുപിടിച്ചത് ഓപ്ഷൻ സി അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ് പെൻസിലിൻ കണ്ടുപിടിച്ചത്. 1928 പെൻസിലിയം നോട്ടറ്റം എന്ന ഫംഗസിൽ നിന്നാണ് ആദ്യമായി പെൻസിലിൻ വേർതിരിച്ചെടുത്തത്. ഇത് ലോകത്തിലെ ആദ്യത്തെ ആൻറ്റിബയോട്ടിക് ആണ്. ഈ കണ്ടുപിടുത്തത്തിന് 1945 ഫ്ലെമിങ്ങിന് നോബൽ സമ്മാനവും ലഭിച്ചിട്ടുണ്ട്. അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്?
ഓപ്ഷൻ ഡി ബാരോമീറ്റർ. ബാരോമീറ്ററാണ് അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ഇവാഞ്ചലിസ്റ്റ ടോറിസെല്ലി ആണ് ബാരോമീറ്റർ കണ്ടുപിടിച്ചത്. ബാരോമീറ്ററിലെ റീഡിംഗ് പെട്ടെന്ന് താഴുന്നത് കൊടുങ്കാറ്റിൻ്റെ ലക്ഷണം ആണ്. മനുഷ്യൻ്റെ തലയോട്ടിയിൽ സ്കള്ളിൽ ആകെ എത്ര അസ്ഥികളാണുള്ളത്? മനുഷ്യൻ്റെ തലയോട്ടിയിൽ ആകെ എത്ര അസ്ഥികളാണുള്ളത്? ഓപ്ഷൻ ബി 22. മനുഷ്യൻ്റെ തലയോട്ടിയിൽ ആകെ 22 അസ്ഥികളാണ് ഉള്ളത്. തലയോട്ടിയിലെ 8 അസ്ഥികളും മുഖത്തെ 14 അസ്ഥികളും ചേർന്നാണ് ആകെ 22 അസ്ഥികൾ. തലയോട്ടിയിലെ അസ്ഥികളിൽ ചലിക്കാൻ കഴിയുന്ന ഏക അസ്ഥി കീഴ്ത്താടിയല്ലാണ്. ഹയോയിഡ് അസ്ഥി എന്നൊരു അസ്ഥി കൂടി തലയോട്ടിക്ക് സമീപം കാണപ്പെടുന്നുണ്ട്. മനുഷ്യ ശരീരത്തിൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന അവയവം ഏതാണ്? മനുഷ്യ ശരീരത്തിൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന അവയവം ഏതാണ്? ഓപ്ഷൻ ബി ആഗ്നേയഗ്രന്ഥി അഥവാ പാൻക്രിയാസ്. ആഗ്നേയഗ്രന്ഥിയാണ് മനുഷ്യ ശരീരത്തിൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന അവയവം. ആഗ്നേയഗ്രന്ഥിയിലെ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന ഭാഗത്തുള്ള ബീറ്റാ കോശങ്ങളാണ് ഇൻസുലിൻ നിർമ്മിക്കുന്നത്. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നതിൽ ഇൻസുലിൻ പ്രധാന പങ്കുവഹിക്കുന്നുണ്ട്. പാലിൻ്റെ പരിശുദ്ധി അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? പാലിൻ്റെ പരിശുദ്ധി അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഓപ്ഷൻ ബി ലാക്ടോമീറ്റർ. ലാക്ടോമീറ്ററാണ് പാലിൻ്റെ പരിശുദ്ധി അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. പാലിൻ്റെ ആപേക്ഷിക സാന്ദ്രത അളന്നാണ് ലാക്ടോമീറ്റർ ശുദ്ധി പരിശോധിക്കുന്നത്. ആർക്കിമിഡീസ് തത്വത്തെ അടിസ്ഥാനമാക്കിയാണ് ഇത് പ്രവർത്തിക്കുന്നത്. മനുഷ്യൻ്റെ രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന ഘടകം ഏതാണ്? മനുഷ്യൻ്റെ രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന ഘടകം ഓപ്ഷൻ എ ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിനാണ് മനുഷ്യൻ്റെ രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന ഘടകം. ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ലോഹം ഇരുമ്പാണ്. ശ്വാസകോശത്തിൽ നിന്ന് ഓക്സിജനെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഇതിൻ്റെ പ്രധാന ധർമ്മം. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏതാണ്? ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏതാണ്? ഓപ്ഷൻ ഡി ആര്യഭട്ട. ആര്യഭട്ടയാണ് ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം. 1975 ഏപ്രിൽ 19 സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടെയാണ് ആര്യഭട്ട വിക്ഷേപിച്ചത്. പ്രശസ്ത പ്രാചീന ഇന്ത്യൻ ഗണിതശാസ്ത്രജ്ഞനായ ആര്യഭട്ടന്റെ പേരാണ് ഇതിന് നൽകിയിരിക്കുന്നത്. ഇന്ത്യയിൽ ചരക്ക് സേവന നികുതി GST നിലവിൽ വന്ന വർഷം ഏതാണ്? ഇന്ത്യയിൽ GST നിലവിൽ വന്ന വർഷം ഓപ്ഷൻ സി 2017. 2017 ജൂലൈ 1 ഇന്ത്യയിൽ ചരക്ക് സേവന നികുതി GST നിലവിൽ വന്നത്. പരോക്ഷ നികുതികൾ ഏകീകരിക്കുന്നതിനായാണ് GST കൊണ്ടുവന്നത്. ഒരു രാജ്യം ഒരു നികുതി എന്നതാണ് ഇതിൻ്റെ മുദ്രാവാക്യം. ഇന്ത്യയിൽ GST നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം അസമാണ്. പ്ലാനിംഗ് കമ്മീഷന് പകരമായി നിലവിൽ വന്ന പുതിയ സംവിധാനം ഏതാണ്? പ്ലാനിംഗ് കമ്മീഷന് പകരമായി നിലവിൽ വന്ന പുതിയ സംവിധാനം ഏതാണ്? ഓപ്ഷൻ സി നീതി ആയോഗ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. നീതി ആയോഗാണ് പ്ലാനിംഗ് കമ്മീഷന് പകരമായി നിലവിൽ വന്ന പുതിയ സംവിധാനം. നീതി ആയോഗിൻ്റെ അധ്യക്ഷൻ എപ്പോഴും രാജ്യത്തെ പ്രധാനമന്ത്രിയായിരിക്കും. സംസ്ഥാനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്ന ഒരു തിങ്ക് ടാങ്കായാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇന്ത്യയുടെ മോണിറ്ററി അതോറിറ്റി ആയ ബാങ്ക് ഏതാണ്? ഇന്ത്യയുടെ മോണിറ്ററി അതോറിറ്റി ആയ ബാങ്ക് ഏതാണ്? ഓപ്ഷൻ സി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. RBI ആണ് ഇന്ത്യയുടെ മോണിറ്ററി അതോറിറ്റി ആയ ബാങ്ക്. 1935 ഏപ്രിൽ 1 ഹിൽട്ടൺ യങ് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് റിസർവ് ബാങ്ക് സ്ഥാപിതമായത്. RBIയുടെ ആസ്ഥാനം മുംബൈയിലാണ്. ഇന്ത്യയിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥ ഫിനാൻഷ്യൽ എമർജൻസി പ്രഖ്യാപിക്കാൻ അധികാരമുള്ളത് ആർക്കാണ്? ഇന്ത്യയിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ അധികാരമുള്ളത് ആർക്കാണ്? ഓപ്ഷൻ ഡി രാഷ്ട്രപതി, പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. രാഷ്ട്രപതിക്കാണ് ഇന്ത്യയിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥ ഫിനാൻഷ്യൽ എമർജൻസി പ്രഖ്യാപിക്കാൻ അധികാരമുള്ളത്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 360 പ്രകാരമാണ് സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. എന്നാൽ ഇന്ത്യയിൽ ഇതുവരെ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ടി വന്നിട്ടില്ല. കുടുംബശ്രീ പദ്ധതി കേരളത്തിൽ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത് എന്നാണ്? കുടുംബശ്രീ പദ്ധതി കേരളത്തിൽ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത് ഓപ്ഷൻ ബി 1998. 1998 മെയ് 17 കുടുംബശ്രീ പദ്ധതി
കേരളത്തിൽ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത്. ദാരിദ്ര്യ നിർമ്മാർജ്ജനവും സ്ത്രീ ശാക്തീകരണവും ലക്ഷ്യമാക്കി മലപ്പുറം ജില്ലയിലാണ് കുടുംബശ്രീ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. അന്നത്തെ പ്രധാനമന്ത്രി AB വാജ്പേയിയാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള സംസ്ഥാനം ഏതാണ്? 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ ഡി കേരളം. 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള സംസ്ഥാനം കേരളമാണ്. 93.91 അല്ലെങ്കിൽ 94 കേരളത്തിൻ്റെ സാക്ഷരതാ ശതമാനം. 2011 സെൻസസ് പ്രകാരം കേരളത്തിലെ ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള ജില്ല കോട്ടയവും ഏറ്റവും കുറവ് സാക്ഷരതയുള്ള ജില്ല വയനാടുമാണ്. പുരുഷ സാക്ഷരതയിലും സ്ത്രീ സാക്ഷരതയിലും കേരളം 1-ാം സ്ഥാനത്താണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ദേശസാൽക്കരിച്ച വർഷം ഏതാണ്? RBI നാഷണലൈസ്ഡ് ദേശസാൽക്കരിച്ച വർഷം ഏതാണ്? ഓപ്ഷൻ സി 1949. 1949 ജനുവരി 1 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ദേശസാൽക്കരിച്ചത്. ദേശസാൽക്കരിക്കപ്പെടുമ്പോൾ CD ദേശ്മുഖ് ആയിരുന്നു RBI ഗവർണർ. ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന പ്രശസ്ത നോവൽ എഴുതിയത് ആരാണ്? ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന പ്രശസ്ത നോവൽ എഴുതിയത് ഓപ്ഷൻ ബി OV വിജയൻ. OV വിജയനാണ് ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന പ്രശസ്ത നോവൽ എഴുതിയത്. ഈ നോവലിലെ പ്രധാന കഥാപാത്രമായ രവി തസ്റാഖ് എന്ന ഗ്രാമത്തിലേക്ക് എത്തുന്നതാണ് ഇതിൻ്റെ ഇതിവൃത്തം. മലയാള നോവൽ സാഹിത്യത്തിലെ ആധുനികതയുടെ തുടക്കം കുറിച്ച കൃതിയാണിത്. മഹാഭാരതത്തെ അടിസ്ഥാനമാക്കി രചിച്ച 2-ാം ഊഴം എന്ന നോവലിൻ്റെ രചയിതാവ് ആരാണ്? മഹാഭാരതത്തെ അടിസ്ഥാനമാക്കി രചിച്ച 2-ാം ഊഴം എന്ന നോവലിൻ്റെ രചയിതാവ് ആരാണ്? ഓപ്ഷൻ സി MT വാസുദേവൻ നായർ. മഹാഭാരതത്തെ അടിസ്ഥാനമാക്കി രചിച്ച 2-ാം ഊഴം എന്ന നോവലിൻ്റെ രചയിതാവ് MT വാസുദേവൻ നായരാണ്. ഭീമനെ നായകനാക്കി രചിച്ച ഈ കൃതിക്ക് 1985 വയലാർ അവാർഡും 1995 ജ്ഞാനപീഠ പുരസ്കാരവും MTക്ക് ലഭിക്കാൻ കാരണമായി. മലയാള ഭാഷയ്ക്ക് ക്ലാസിക്കൽ പദവി ലഭിച്ച വർഷം ഏത്? മലയാള ഭാഷയ്ക്ക് ക്ലാസിക്കൽ പദവി ലഭിച്ച വർഷം ഓപ്ഷൻ ബി 2013. മലയാള ഭാഷയ്ക്ക് ക്ലാസിക്കൽ പദവി ലഭിച്ചത് 2013 തമിഴ്, സംസ്കൃതം, തെലുഗു, കന്നഡ എന്നിവയ്ക്ക് ശേഷം ക്ലാസിക്കൽ പദവി ലഭിക്കുന്ന 5-ാമത്തെ ഇന്ത്യൻ ഭാഷയാണ് മലയാളം. കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് ആരാണ്? കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് ആരാണ്? ഓപ്ഷൻ എ വള്ളത്തോൾ നാരായണമേനോൻ. വള്ളത്തോൾ നാരായണമേനോനാണ് കേരള കലാമണ്ഡലം സ്ഥാപിച്ചത്. വള്ളത്തോളിനൊപ്പം മണക്കുളം മുകുന്ദരാജയും ചേർന്നാണ് കലാമണ്ഡലം സ്ഥാപിക്കാൻ മുൻകൈ എടുത്തത്. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം രചിച്ചത് ആരാണ്? ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം രചിച്ചത് ആരാണ്? ഓപ്ഷൻ ബി ബങ്കിം ചന്ദ്ര ചാറ്റർജി. ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം രചിച്ചത്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന നോവലിൽ നിന്നാണ് വന്ദേ മാതരം എടുത്തിട്ടുള്ളത്. 1896 കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിലാണ് ഇതാദ്യമായി ആലപിച്ചത്. ഇന്ത്യയുടെ ദേശീയ ഗാനം ജനഗണമന ഔദ്യോഗികമായി ആലപിക്കാൻ എടുക്കുന്ന സമയം എത്ര? ഇന്ത്യയുടെ ദേശീയ ഗാനം ഔദ്യോഗികമായി ആലപിക്കാൻ എടുക്കുന്ന സമയം എത്രയാണ്? ഓപ്ഷൻ സി 52 സെക്കൻഡ്. ഇന്ത്യയുടെ ദേശീയ ഗാനം ഔദ്യോഗികമായി ആലപിക്കാൻ എടുക്കുന്ന സമയം 52 സെക്കൻഡാണ്. ദേശീയ ഗാനത്തിൻ്റെ ചുരുക്കരൂപം ആലപിക്കാൻ എടുക്കുന്നത് 20 സെക്കൻഡുമാണ്. രവീന്ദ്രനാഥ ടാഗോർ രചിച്ച ഭാരത് ഭാഗ്യവിധാത എന്ന കവിതയിലെ ആദ്യ 5 വരികളാണ് ദേശീയഗാനമായി അംഗീകരിച്ചത്. 1911 ഡിസംബർ 27 കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിലാണ് ഇതാദ്യമായി പാടിയത്. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതി ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതി ഏതാണ്? ഓപ്ഷൻ ഡി ഭാരതരത്ന. ഭാരതരത്നയാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതി. പീപ്പൽ മരം അല്ലെങ്കിൽ ആൽമരത്തിൻ്റെ ഇലയുടെ ആകൃതിയിലുള്ളതാണ് ഭാരതരത്ന പുരസ്കാരം. 1954 സി രാജഗോപാലാചാരി, എസ് രാധാകൃഷ്ണൻ, CV രാമൻ എന്നിവർക്കാണ് ഇതാദ്യമായി ലഭിച്ചത്. ഒളിമ്പിക്സിൽ വ്യക്തിഗത ഇനത്തിൽ സ്വർണം നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ്? ഒളിമ്പിക്സിൽ വ്യക്തിഗത ഇനത്തിൽ സ്വർണം നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ്? ഓപ്ഷൻ സി അഭിനവ് ബിന്ദ്ര. അഭിനവ് ബിന്ദ്രയാണ് ഒളിമ്പിക്സിൽ വ്യക്തിഗത ഇനത്തിൽ സ്വർണം നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ.
2008 ബീജിംഗ് ഒളിമ്പിക്സിൽ 10 മീറ്റർ എയർ റൈഫിൾ വിഭാഗത്തിലാണ് അഭിനവ് ബിന്ദ്ര സ്വർണം നേടിയത്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേര് എ ഷോട്ട് അറ്റ് ഹിസ്റ്ററി എന്നതാണ്. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.